മുംബൈ ടീം ഓരോ മത്സരം കഴിയും തോറും മികച്ച രീതിയിൽ മുന്നോട്ട് വരികയാണ്. ആ പഴയ മുംബൈ ടീമിനെയാണ് നമ്മൾ ഇന്ന് കളിക്കളത്തിൽ കണ്ടത്. ഇന്ന് മുംബൈ കളി ജയിച്ചപ്പോൾ രാജസ്ഥാൻ പുറത്തായിരിക്കുകയാണ്. രോഹിത് ഇന്ന് മികച്ച ബാറ്റിംഗ് ആണ് കാഴ്ചവെച്ചത്. കളി ജയിച്ച ശേഷം രോഹിത് പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. രാജസ്ഥാൻ ടീം നാണം കെട്ട് തോറ്റിരിക്കുകയാണ്. ബാറ്റിംഗിൽ ആരും തന്നെ ഫോമായില്ല. ഇന്ന് കളി ജയിച്ച ശേഷം രോഹിത് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഞാനിപ്പോൾ മികച്ച ഫോമിലാണ്. ഫോമിലേക്ക് തിരിച്ചെത്തിയതിൽ സന്തോഷമുണ്ട്. മുംബൈയുടെ ഓപ്പണിംഗ് ആണ് പണിയാവാറ്. ഞാൻ ഫോമിലേക്ക് എത്തിയപ്പോൾ അത് മാറിയിരിക്കുകയാണ്. മുംബൈ ടീം ഇപ്പോൾ സെറ്റാണ്. ഇത്തവണ ഞങ്ങൾ ഉറപ്പായിട്ടും കപ്പടിക്കും. അതിനു വേണ്ടിയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. എല്ലാവരും ഒരുപോലെ ടീമിന് വേണ്ടി പ്രയത്നിക്കുന്നുണ്ട്. ബൗളിംഗിലും ബാറ്റിംഗിലും ഞങ്ങൾ മികച്ചവരാണ്. പക്ഷേ ഇന്ന് രാജസ്ഥാനെതിരെ കളിക്കുമ്പോൾ ഞങ്ങൾക്ക് പേടിയുണ്ടായിരുന്നു. കാരണം ഇത് സഞ്ജുവിന്റെ ടീമാണ്. സഞ്ജു കളിക്കാൻ ഇറങ്ങിയാൽ അത് ഞങ്ങൾക്ക് പണിയാണ്. വൈഭവ്, സഞ്ജു ഈ രണ്ടു പേരെയാണ് ഞങ്ങൾ ടാർഗറ്റ് ചെയ്തത്. വിചാരിച്ചതുപോലെ തന്നെ വൈഭവിനെ ഡെക്കിൽ പുറത്താക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. അതാണ് ഞങ്ങൾക്ക് വിജയം തന്നത്. അവന്റെ കളി ഞങ്ങൾ നേരത്തെ കണ്ടതാണ്. അതുപോലെ ഇന്ന് അവൻ കളിച്ചുവെങ്കിൽ ഉറപ്പായിട്ടും ഞങ്ങൾ കളി തോറ്റേനെ. സഞ്ജു കളിക്കാത്തത് ഞങ്ങൾക്ക് ഗുണകരമായി. കളി ജയിച്ചതിൽ സന്തോഷമുണ്ടെന്നും വരാൻ പോകുന്ന മാച്ചിൽ ഇതിനേക്കാൾ നല്ല കളി ആവർത്തിക്കുമെന്ന് രോഹിത് ശർമ്മ വ്യക്തമാക്കി. മുംബൈ ആരാധകർ ആവേശത്തിലാണ്. മുംബൈ ടീം ഒരുവിധം എല്ലാ മാച്ചിലും ജയിക്കുകയാണ്. ഇങ്ങനെ മുംബൈ മുന്നോട്ട് പോയാൽ അവർ കപ്പ് നേടിയേ മടങ്ങൂ. അതുപോലത്തെ ബാറ്റിംഗ് ബോളിംഗുമാണ് മുംബൈ ടീം കാഴ്ചവെക്കുന്നത്. രോഹിത് ശർമ്മ ഫോമിലേക്ക് എത്തിയതോടുകൂടി മുംബൈ ടീം സെറ്റായിരിക്കുകയാണ്. പക്ഷേ രാജസ്ഥാൻ ഓരോ മാച്ചിലും നാണം കെടുകയാണ്. കഴിഞ്ഞ മത്സരത്തിൽ വൈഭവ് കളിച്ചതുകൊണ്ട് മാത്രമാണ് രാജസ്ഥാൻ ജയിച്ചത്. ഇല്ലെങ്കിൽ ഇന്നത്തെ പോലെ തന്നെ അന്നുമായേനെ. രാജസ്ഥാൻ ടീമിന് ഒരു സ്ഥിരതയില്ല. ആരും തന്നെ ശരിക്ക് കളിക്കുന്നില്ല. സഞ്ജു ഉണ്ടായിരുന്നുവെങ്കിൽ ടീമിനെ മുന്നോട്ട് നയിച്ചേനെ. പക്ഷേ സഞ്ജുവിനെ പരിക്കായതുകൊണ്ട് കളിക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.